Now, let us turn to the Word of God at 2 Corinthians. നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിക്കാം. 2 കൊരിന്ത്യർ The 4th chapter, 4-ാം അധ്യായം the 18th verse. 18-ാം വാക്യം. 2 Corinthians 4th chapter, the 18th verse. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 18-ാം വാക്യം. While we look not at the things which are seen, but at the things which are not seen. For the things which are seen are temporal, but the things which are not seen are eternal. കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. We are told to distinguish between two things. 2 കാര്യങ്ങൾ തമ്മിൽ നാം തിരിച്ചറിയണമെന്ന് നമ്മോട് പറയുന്നു. Two things which are seen and the things which are not seen. കാണുന്ന കാര്യങ്ങളും കാണാത്ത കാര്യങ്ങളും. And what are the things which are not seen? കാണാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? The Bible tells us the things which are not seen are eternal. കാണാത്ത കാര്യങ്ങൾ നിത്യമെന്ന് വേദപുസ്തകം നമ്മോട് പറയുന്നു. Now we look at the face, we look at the clothes, we look at the degrees, we look at the houses, we look at the cars, we look at the outward things. നാം മുഖം നോക്കുന്നു, വസ്ത്രങ്ങൾ നോക്കുന്നു, ബിരുദങ്ങൾ നോക്കുന്നു, ഭവനങ്ങൾ നോക്കുന്നു, കാറുകൾ നോക്കുന്നു, ബാഹ്യമായ കാര്യങ്ങൾ നാം നോക്കുന്നു. God looks at the heart. എന്നാൽ ദൈവം ഹൃദയത്തെ നോക്കുന്നു. Many people do not understand what is meant by eternity. നിത്യത എന്താണെന്ന് പലർക്കും അറിയില്ല. Eternity means forever and ever and ever. നിത്യത എന്ന് പറഞ്ഞാൽ എക്കാലത്തേക്കുമുള്ളത്. There is nothing in this world which is forever and ever. എക്കാലത്തേക്കുമുള്ളതായി ഈ ലോകത്തിൽ ഒരു കാര്യങ്ങളുമില്ല. No government is forever and ever. ഒരു സർക്കാരും എക്കാലത്തേക്കും ഉള്ളതല്ല. No nation can say our greatness will be forever and ever. ഒരു രാജ്യത്തിനും അവരുടെ മഹാത്മ്യം എന്നേക്കും ഉള്ളതാണെന്ന് പറയാൻ പറ്റില്ല. Possessions can never be forever and ever. സ്ഥാനങ്ങൾ ഒരിക്കലും എന്നേക്കുമായിരിക്കില്ല. Then what is it that is going to be forever and ever? അപ്പോൾ എന്താണ് എന്നേക്കുമായി ഇരിക്കാൻ പോകുന്നത്? Your soul and what you do for Jesus Christ is going to be forever and ever. നിങ്ങളുടെ ആത്മാവും നിങ്ങൾ യേശുക്രിസ്തുവിനായി ചെയ്യുന്നതും എന്നേക്കുമായി നിലനിൽക്കും. I began to serve the Lord as a boy of 15 years. ഒരു 15 വയസ്സ് ബാലനായി ഞാൻ കർത്താവിനെ സേവിക്കാൻ തുടങ്ങി. And at 16 years I began to preach. 16 വയസ്സ് മുതൽ ഞാൻ പ്രസംഗിക്കുവാൻ തുടങ്ങി. And today, after preaching for 60 years, ഇന്ന് 60 വർഷങ്ങൾ പ്രസംഗിച്ചതിന് ശേഷം when I look at my life, ഞാൻ എൻ്റെ ജീവിതത്തെ നോക്കിയാൽ I feel I have done very little for the Lord Jesus. ഞാൻ കർത്താവായ യേശുവിന് അല്പം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. Generally, I see people who feel they are doing a great deal for Jesus. വളരെയേറെ ചെയ്യുന്നതായി ഭാവിക്കുന്ന ആളുകളെ ഞാൻ സാധാരണയായി കാണുന്നു. There is one yardstick, one measure. ഒരു അളവുകോൽ മാത്രമേ ഉള്ളൂ. That is the cross. അത് ക്രൂശാണ്. Whatever you do, നിങ്ങൾ എന്ത് ചെയ്താലും, whatever you sacrifice, എന്ത് ത്യാഗം ചെയ്താലും, you take it to the cross and measure it by the cross. ക്രൂശിങ്കലേക്ക് കൊണ്ടുപോയി അതിന് സമമായി അളക്കണം. Suppose you gave 10 crores to Jesus and missionary work. മിഷണറി പ്രവർത്തനത്തിനായി നിങ്ങൾ 10 കോടി രൂപ കൊടുത്തു എന്ന് സങ്കൽപ്പിക്കുക. Or suppose you went and preached in Afghanistan
and they cut off your hands and your feet. അല്ലെങ്കിൽ നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ പോയി പ്രസംഗിച്ചത് കൊണ്ട് നിങ്ങളുടെ കൈയും കാലും വെട്ടിയെന്ന് സങ്കല്പിക്കുക. Now, whatever you may sacrifice for Jesus, നിങ്ങൾ യേശുവിനായി എന്ത് തന്നെ ത്യാഗം ചെയ്താലും you have to measure it by the cross. അത് ക്രൂശോട് കൂടി അളന്നു നോക്കണം. Today, ഇന്ന് you know, people look for sponsors. ആളുകൾക്ക് എല്ലാത്തിനും സ്പോൺസർമാരെ തിരയുന്നു. Recently, I was preaching in the town hall in Cochin. That's last week. കഴിഞ്ഞ ആഴ്ച ഞാൻ കൊച്ചിയിലെ ടൗൺ ഹാളിൽ പ്രസംഗിക്കുകയായിരുന്നു. And there someone said, a gentleman said, അവിടെ ഒരു മാന്യൻ എന്നോട് പറഞ്ഞു, nobody preaches here unless they get some money or help from America. അമേരിക്കയിൽ നിന്നും പണമോ സഹായമോ കിട്ടാതെ ആരും തന്നെ ഇവിടെ പ്രസംഗിക്കുകയില്ല. So my friends, അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, did the Lord Jesus Christ give money to Peter and Paul or Peter, James and John and say go and preach the gospel? Here is the money. കർത്താവായ യേശുക്രിസ്തു പത്രോസിനോടും പൗലോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും ഇതാ പണം, പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് പറഞ്ഞുവോ? No. ഇല്ല. My father and mother, എൻ്റെ പിതാവും മാതാവും whatever they had, they put it in the hands of Jesus. അവർക്ക് ഉണ്ടായിരുന്നതെല്ലാം യേശുവിന്റെ കരങ്ങളിൽ വെച്ചു. My grandfather, when he met the Lord Jesus, എൻ്റെ മുത്തച്ഛൻ കർത്താവായ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ he left his property and wealth. അദ്ദേഹം തന്റെ ആസ്തിയും സമ്പത്തും And he ഉപേക്ഷിച്ചിട്ട് began to serve the poor. പാവപ്പെട്ടവരെ സേവിക്കുവാൻ തുടങ്ങി. Today, many people in India think, ഇന്ന് ഭാരതത്തിലെ പല ആളുകളും many ചിന്തിക്കുന്നത്, parts of India think that because of money we are serving the Lord. കൽക്കട്ടയിലും ഭാരതത്തിലെ പല ഭാഗങ്ങളിലും ചിന്തിക്കുന്നത് പണം നിമിത്തമാണ് നാം കർത്താവിനെ Who are the സേവിക്കുന്നതെന്ന്. people who go run after money? പണത്തിന്റെ പിന്നാലെ ഓടുന്നവർ ആരാണ്? The thieves, കള്ളന്മാർ, some of the bribe-taking politicians, കൈക്കൂലി വാങ്ങുന്ന ചില രാഷ്ട്രീയക്കാർ, and some of the officers whose hands are dripping with blood. കൈകളിൽ നിന്നും രക്തം ഒലിക്കുന്ന ചില ഓഫീസർമാർ. The biggest thieves in this country are not in prison. The biggest thieves are in the highest position. ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ കള്ളന്മാർ ജയിലിലല്ല, അവർ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിലാണ്. My dear people, എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, you must measure your actions by the cross, by Calvary. നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തികളെ കാൽവറിയിലെ ക്രൂശോട് അളക്കേണ്ടിയിരിക്കുന്നു. What do we see there? അവിടെ എന്താണ് നാം കാണുന്നത്? Very little sacrifice amongst Christians. ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ കുറച്ച് ത്യാഗം മാത്രമേ ഉള്ളൂ. You know, when I train young people in our Bible school, ഞാൻ നമ്മുടെ ബൈബിൾ സ്കൂളിൽ യുവാക്കളെ പരിശീലിപ്പിക്കുമ്പോൾ and I send them out to various places, ഞാൻ അവരെ പല സ്ഥലങ്ങളിലേക്ക് I അയക്കുമ്പോൾ say ഞാൻ they പറയുന്നത്, are going out amongst people who have no standards, no sacrifice. What is going to happen to these boys and girls? ഇവർ ഒരു മാതൃകയും ത്യാഗവും ഇല്ലാതെ ആളുകളുടെ ഇടയിലേക്ക് പോകുന്നു. ഈ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എന്ത് സംഭവിക്കുമോ? Are they going to look at the things which are eternal? നിത്യമായ കാര്യങ്ങളിലേക്ക് അവർ നോക്കുമോ? Are they going to spend their strength seeking the things which are eternal? നിത്യമായ കാര്യങ്ങളെ അന്വേഷിക്കുന്നതിൽ അവർ അവരുടെ ശക്തി ഉപയോഗപ്പെടുത്തുമോ? Or are they going to run after money? അതോ അവർ പണത്തിന്റെ പിന്നാലെ ഓടുമോ? You know, Christian work done for money is Judas' work. പണത്തിനായി ചെയ്യുന്ന ക്രിസ്തീയ പ്രവർത്തനം യൂദായുടെ പ്രവർത്തനമാണ്. Judas.
യൂദായുടെ Judas was with Jesus Christ. യൂദാ യേശു ക്രിസ്തുവിനോടൊപ്പം But ഉണ്ടായിരുന്നവനാണ്. the Lord Jesus said he was a thief. എന്നാൽ കർത്താവായ യേശു അവനൊരു കള്ളനാണെന്ന് പറഞ്ഞു. Today, ഇന്ന് if you are doing Christian work for money, then you are a thief. നിങ്ങൾ ക്രിസ്തീയ പ്രവർത്തനം പണത്തിനായി ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ഒരു കള്ളനാണ്. See, I could have gathered a lot of money. എനിക്ക് ധാരാളം പണം ശേഖരിക്കാമായിരുന്നു. Sometimes people say, this is for your personal use. ചിലപ്പോൾ ആളുകൾ പറയും ഇത് നിങ്ങളുടെ വ്യക്തിപരമായ ഉപയോഗത്തിനാണ്. I am giving my offering to the Lord, but this gift is for your personal ഞാൻ എൻ്റെ use. സ്തോത്ര കാഴ്ച കർത്താവിന് കൊടുക്കുന്നുണ്ട്. ഈ സംഭാവന നിങ്ങളുടെ വ്യക്തിപരമായ I ഉപയോഗത്തിനാണ്. say, ഞാൻ പറയുന്നു there are so many areas without the gospel. സുവിശേഷം ഇല്ലാത്ത എത്ര പ്രദേശങ്ങളുണ്ട്. What I have is enough. എനിക്കുള്ളത് മതി. Having food and raiment, let us be therewith content, says the Bible. വേദപുസ്തകം പറയുന്നു ആഹാരവും വസ്ത്രവും ഉണ്ടെങ്കിൽ നാം തൃപ്തിപ്പെടണമെന്ന്. I don't want this. I have no time to go to the market, buy this and buy that. മാർക്കറ്റിൽ പോയി ഇതും അതും വാങ്ങാൻ എനിക്ക് സമയമില്ല. This shall be given to the Lord. ഇത് കർത്താവിന് കൊടുക്കപ്പെടും. So in the course of my life, അങ്ങനെ എൻ്റെ ജീവിത പാതയിൽ in many places the work of the Lord has been built. പല സ്ഥലങ്ങളിലും കർത്താവിന്റെ വേല പണിയപ്പെട്ടിരിക്കുന്നു. But എന്നാൽ I say to myself, ഞാൻ എന്നോട് തന്നെ പറയുന്നത് millions of people have not even heard the name of Jesus. ദശലക്ഷക്കണക്കിന് ആളുകൾ യേശുവിന്റെ നാമം പോലും കേട്ടിട്ടില്ല. What have I done with my life? എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത്? I have done so little for Jesus. യേശുവിനായി ഞാൻ വളരെ അല്പം മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ Today, ഇന്ന് we see a lot of people full of pride. ഗർവത്താൽ നിറഞ്ഞ പല ആളുകളെ നാം കാണുന്നു. You know, one of the marks of pride is you cannot learn. A proud man does not learn. ഗർവത്തിന്റെ ഒരു അടയാളം ആ വ്യക്തിക്ക് പഠിക്കുവാൻ കഴിയുകയില്ല. Now, can you tell me what you will be in eternity? നിത്യതയിൽ നിങ്ങൾ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് എന്നോട് പറയുവാൻ Can കഴിയുമോ? you tell me what your bank balance is in eternity? നിത്യതയിൽ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എന്താണെന്ന് പറയാൻ കഴിയുമോ? What have you done which is going to be enduring through eternity? Which will remain for eternity? നിത്യതയിൽ നിലനിൽക്കുന്നതായി നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്? നിത്യതയിൽ നിലനിൽക്കുന്നത് That is all your achievement on earth. ഈ ഭൂമിയിൽ നിങ്ങളുടെ നേട്ടം അത് മാത്രമാണ്. You won't take your house. നിങ്ങൾ നിങ്ങളുടെ വീട് എടുത്തുകൊണ്ട് പോകില്ല. You won't take your car. നിങ്ങൾ നിങ്ങളുടെ കാർ എടുത്തുകൊണ്ട് When I പോകില്ല. see these bribe takers piling up 500,000 rupee notes, കൈക്കൂലി വാങ്ങുന്നവർ 500 രൂപ 1000 രൂപ നോട്ടുകൾ കൂന കൂട്ടുന്നത് I say ഞാൻ to them, കാണുമ്പോൾ ഞാൻ അവരോട് പറയുന്നത് how many suitcases are you going to take to heaven with your 500 rupee notes? 500 രൂപകൾ നിറഞ്ഞ എത്ര പെട്ടികൾ നിങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും? Or I say to some people, maybe with your 1,000 rupee notes we can have your funeral pyre. അല്ലെങ്കിൽ ചിലരോട് ഞാൻ പറയുന്നത് നിങ്ങളുടെ 1000 രൂപ നോട്ടുകൾ കൊണ്ട് നിങ്ങളുടെ ചിതയ്ക്ക് ചെലവാക്കാം. We don't need to buy any wood for your funeral pyre. നിങ്ങളുടെ ചിതയുടെ ആവശ്യത്തിന് വിറക് വാങ്ങേണ്ടി വരില്ല. Greed. അത്യാഗ്രഹം. The gospel and greed never go together. സുവിശേഷവും അത്യാഗ്രഹവും ഒരിക്കലും ഒന്നിച്ചു പോകില്ല. How can I be greedy when eternal souls are going to be lost? നിത്യ ആത്മാക്കൾ നഷ്ടമാവാൻ പോകുമ്പോൾ എനിക്ക് എങ്ങനെ അത്യാഗ്രഹിയായിരിക്കുവാൻ കഴിയും? I was preaching in Trinidad, near South America. തെക്കൻ അമേരിക്കയ്ക്ക് അടുത്തുള്ള ട്രിനിഡാഡിൽ ഞാൻ പ്രസംഗിക്കുകയായിരുന്നു. In that island of Trinidad, ട്രിനിഡാഡ് ദ്വീപിൽ
The pastor who was taking me to my meetings എന്റെ said, യോഗങ്ങൾക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയ പാസ്റ്റർ on പറഞ്ഞു, this one road, in this one area, I can show you 12 preachers who don't preach anymore. ഈ റോഡിൽ ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ പ്രസംഗിക്കാത്ത 12 പ്രസംഗകരെ എനിക്ക് കാണിക്കുവാൻ കഴിയും. I said, why don't those preachers preach? ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അവർ പ്രസംഗിക്കാത്തത്? This man said, ഈ മനുഷ്യൻ money പറഞ്ഞു, is not coming from North America, United States, so they are not preaching. ഉത്തര അമേരിക്ക, അമേരിക്കൻ ഐക്യ നാടുകളിൽ നിന്നും അവർക്ക് പണം ലഭിക്കുന്നില്ല, അതുകൊണ്ട് അവർ പ്രസംഗിക്കുന്നില്ല. ഞാൻ We പറഞ്ഞു, don't want such preachers. What is the preacher of the gospel who is worth his salt? What does he say? തന്റെ വിളിക്ക് യോഗ്യമായ ഒരു സുവിശേഷ പ്രസംഗകൻ എന്താണ് പറയുന്നത്? Woe is me, woe is me. എനിക്ക് അയ്യോ കഷ്ടം, എനിക്ക് അയ്യോ കഷ്ടം. Woe is me if I preach not the gospel. ഞാൻ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. My dear people, എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, we cannot have 1,000 Christians, 2,000 Christians sitting comfortably in a church building. ഒരു പള്ളി കെട്ടിടത്തിൽ 1000 ക്രിസ്ത്യാനികൾ 2000 ക്രിസ്ത്യാനികൾ ഒന്നും ചെയ്യാതെ സൗകര്യമായിരിക്കുന്നത് നന്നല്ല. Because കാരണം the gospel says go. സുവിശേഷം പറയുന്നു പോക. There is the cross of Jesus Christ pushing us, motivating us, sending us out. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് നമ്മെ ഉന്തുന്നു, പ്രേരിപ്പിക്കുന്നു, പുറത്തേക്ക് അയക്കുന്നു. But I don't see that kind of movement. എന്നാൽ അത്തരത്തിലുള്ള ചലനം ഞാൻ കാണുന്നില്ല. If you turn to Hebrews 6th chapter നിങ്ങൾ എബ്രായരുടെ ലേഖനം and 6-ാം the അധ്യായം 2nd verse, 2-ാം വാക്യത്തിലേക്ക് തിരിച്ചാൽ, first verse and the 2nd verse, 1ഉം 2ഉം വാക്യങ്ങൾ, therefore leaving the principles of the doctrine of Christ, let us go on unto perfection. നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. See, let us go forward into perfection. നാം പരിജ്ഞാന പൂർത്തിയിലേക്ക് പോകണം. Here the writer to the Hebrews says, ഇവിടെ എബ്രായർ ലേഖനത്തിന്റെ എഴുത്തുകാരൻ പറയുന്നു, not laying the old doctrines again and again. വീണ്ടും വീണ്ടും പഴയ അടിസ്ഥാനങ്ങൾ നാം ഇടരുത് എന്ന്. 2nd verse, of the doctrine of baptisms, of laying on of hands, of resurrection of the dead, and of eternal judgment. മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി, ഇങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ. Now the Bible says these are the first doctrines. വേദപുസ്തകം പറയുന്നു ഇവയെല്ലാം ആദ്യ വചനങ്ങളാണെന്ന്. And from these doctrines we go on into perfection. ഈ ഉപദേശങ്ങളിൽ നിന്നും നാം പരിജ്ഞാന പൂർത്തിയിലേക്ക് പോകുന്നു. But we don't know the first doctrine. എന്നാൽ നമുക്ക് ആദ്യ ഉപദേശങ്ങൾ അറിയില്ല. What is baptism? ജ്ഞാനസ്നാനം എന്താണ്? Baptism is I am dead with Christ. ജ്ഞാനസ്നാനം എന്നാൽ ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു. These bribe-taking hands, this extortion, this plundering hands ഈ കൈക്കൂലി വാങ്ങും have കരങ്ങൾ become giving hands. കൊള്ളയടിക്കുന്ന കരങ്ങൾ നൽകുന്ന കരങ്ങളായി മാറിയിരിക്കുന്നു. These old extortion-taking hands are dead. പിടിച്ചു പറിക്കുന്ന കരങ്ങൾ മരിച്ചുപോയിരിക്കുന്നു. That is baptism. അതാണ് ജ്ഞാനസ്നാനം. My whole life is dead.
എന്റെ പഴയ ജീവിതം മരിച്ചുപോയിരിക്കുന്നു. My old fornication is എന്റെ dead. പഴയ പരസംഗം മരിച്ചുപോയിരിക്കുന്നു. My running after women, deflowering 10 people here, destroying the virginity of 20 girls there is over. I am ഇവിടെ dead 10 with പെൺകുട്ടികളുടെ Christ. അവിടെ 20 പെൺകുട്ടികളുടെ കന്യകാത്വം നശിപ്പിക്കാൻ പോകുന്ന എന്റെ ഓട്ടം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ചിരിക്കുന്നു. That is the first doctrine. അതാണ് ആദ്യ ഉപദേശം. And the doctrine of eternal judgment. അതാണ് ന്യായവിധിയുടെ ഉപദേശം. Now, what does the Bible say? വേദപുസ്തകം എന്താണ് പറയുന്നത്? He that believeth on me shall have everlasting life. എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. Whose life? ആരുടെ ജീവനിൽ? Our life? നമ്മുടെ ജീവൻ, The old life? ആ പഴയ ജീവിതം. Today, ഇന്ന് many people do not know that without holiness no man will see the Lord. വിശുദ്ധി കൂടാതെ ഒരു മനുഷ്യനും കർത്താവിനെ കാണുകയില്ല എന്ന് പലർക്കും അറിയില്ല. When Christ comes, ക്രിസ്തു വരുമ്പോൾ righteousness comes, നീതി വരുന്നു, love comes, സ്നേഹം വരുന്നു, purity, inner purity comes. ആന്തരിക വിശുദ്ധി വരുന്നു. And in the family, there is harmony and love. കുടുംബത്തിൽ ഐക്യതയും സ്നേഹവും വരുന്നു. I will stop there. Although I have not finished my message, എന്റെ ദൂത് കഴിഞ്ഞില്ലെങ്കിലും ഞാൻ ഇവിടെ നിർത്തുന്നു. may God open your eye ദൈവം നമ്മുടെ കണ്ണുകൾ തുറക്കട്ടെ. to look at eternity. നിത്യതയിലേക്ക് നോക്കുവാൻ. You and I can enter eternity before the morning. പ്രഭാതത്തിന് മുൻപേ നിങ്ങളും ഞാനും നിത്യതയിലേക്ക് പ്രവേശിച്ചേക്കാം. How are we entering eternity? നാം എങ്ങനെയാണ് നിത്യതയിൽ പ്രവേശിക്കാൻ പോകുന്നത്? Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Let us bow our heads in prayer. പ്രാർത്ഥനയിൽ നമ്മുടെ തലകളെ വണങ്ങാം. Lord, let me not have a strange religion. കർത്താവേ, ഒരു വിചിത്രമായ മതം എന്നിൽ ഉണ്ടായിരിക്കരുത്. Let me not have the devil's religion. പിശാചിന്റെ മതം എന്നിൽ ഉണ്ടായിരിക്കരുത്. You have said, blessed are the pure in heart. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് നീ പറയുന്നു. They shall see God. അവർ ദൈവത്തെ കാണും. O Lord, make Nagaland the light of all this region. കർത്താവെ, നാഗാലാൻഡിനെ ഈ പ്രദേശങ്ങൾക്കെല്ലാം ഒരു വെളിച്ചമാക്കി Let us തീർക്കണമേ. not have some other Jesus. നമുക്ക് മറ്റൊരു യേശുവിനെ വേണ്ട. Let us not have a false religion. നമുക്കൊരു വ്യാജ മതം വേണ്ട. Let us not have unclean hands. അശുദ്ധമായ കരങ്ങൾ നമുക്ക് വേണ്ട. Let us not have unloving heart. സ്നേഹിക്കാത്ത ഹൃദയം നമുക്ക് വേണ്ട. We are ready to enter eternity. നിത്യതയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. How shall we enter eternity? എങ്ങനെയാണ് നാം നിത്യതയിലേക്ക് പ്രവേശിക്കാൻ Oh പോകുന്നത്? Lord, forgive us. കർത്താവെ, ഞങ്ങളോട് ക്ഷമിക്കണമേ. Loving Father, സ്നേഹവാനായ പിതാവേ, we have sinned very greatly. ഞങ്ങൾ വളരെയേറെ പാപം ചെയ്തിരിക്കുന്നു. Those who worship idols, their conscience does not function. വിഗ്രഹത്തെ ആരാധിക്കുന്നവരുടെ മനസ്സാക്ഷി പ്രവർത്തിക്കുന്നില്ല. But Lord, we that come to Calvary, എന്നാൽ കർത്താവെ, ഞങ്ങൾ കാൽവരിയിലേക്ക് വരുന്നു. we want Calvary love. ഞങ്ങൾക്ക് കാൽവരി സ്നേഹം വേണം. We want the righteousness that comes from the cross. ക്രൂശിൽ നിന്നും വരുന്ന നീതി ഞങ്ങൾക്ക് വേണം. We want that love which comes from the cross, ക്രൂശിൽ നിന്നും വരുന്ന സ്നേഹം ഞങ്ങൾക്ക് വേണം. which breaks every barrier എല്ലാ തടസ്സങ്ങളെയും തകർക്കുന്ന സ്നേഹം. and brings practical righteousness. ക്രിയാത്മകമായ നീതി കൊണ്ടുവരുന്ന സ്നേഹം.
hear our prayer ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. and forgive our ഞങ്ങളുടെ sin. പാപങ്ങളെ ക്ഷമിക്കണമേ. In Jesus' almighty name. യേശുവിൻ സർവശക്തിയുള്ള നാമത്തിൽ Amen. ആമേൻ.